നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന പീരിയോഡിക് ടേബിൾ, അതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് എത്തി, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ യൂസിങ് ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ആദ്യമായിട്ട് ഒരു ടേബിളിൻ്റെ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ആദ്യമായിട്ടൊരു എലമെൻസിൻ്റെയൊക്കെ ടേബിൾ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്ന് വിളിക്കാറുണ്ട്, മെൻഡലീഫ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്നുള്ളത് അറിയില്ല, എന്നാലും മെൻഡലീവാണ് നമ്മൾ കൂടുതലായിട്ട് പറയാം. മെൻഡലീവ് എന്താണ്? ഹു ക്രിയേറ്റഡ് ദ ടേബിൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഓഫ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ആരാണ്? ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ് ആദ്യമായിട്ട് ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ എലമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മൾ ആ കാരണം കൊണ്ട് അതാണ് നമ്മൾ എന്ത് പറയുന്നു, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ്. ഓക്കെ, ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് അഥവാ മെൻഡലീവ് എന്ന് വിളിക്കാറുണ്ട്. അതാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ ആരാണ്? മെൻഡലീവ് ആണ്. ഓക്കെ, ദിസ് പീരിയോഡിക് ടേബിൾ വിച്ച് ബിക്കം എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് ഹാഡ് 63 എലമെൻറ്റ്സ്. ആ കാലഘട്ടത്തിൽ ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്നൊരു കോൺസെപ്റ്റ് തന്നെ അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതൊരു വലിയൊരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മെൻഡലീഫിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മെൻഡലീവ് അറേഞ്ച് ദ എലമെൻറ്റ്സ് ഇൻ ദ ടേബിൾ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ശ്രദ്ധിക്കണം, അറ്റോമിക് മാസിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത്? അറ്റോമിക് മാസ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്തത്? പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ആര് ചെയ്തത്? നമ്മുടെ മെൻഡലീഫ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്തത്? മെൻഡലീഫ് എന്ത് ചെയ്തിരിക്കുന്നത്? പീരിയോഡിക് ടേബിൾ, മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇൻക്രീസിങ് ഓർഡർ. ഇനി ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. മെൻഡലീഫിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് റിപ്പീറ്റഡ് റെഗുലർ ഇൻ്റർവെൽ. ഓരോ പ്രത്യേക ഇൻ്റർവെല്ലിലും, റെഗുലറായിട്ടുള്ള ഇൻ്റർവെല്ലിലും, പ്രത്യേകം ഓരോ ഇടവിട്ടുള്ള ഇൻ്റർവെല്ലിലും എന്താണ് എലമെൻറ്റുകളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മെൻഡലീഫ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദിസ് മെൻഡലീഫ് പ്രപ്പോസ്ഡ് എ പീരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് എന്ത് ചെയ്തത്? ഒരു പീരിയോഡിക് ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മെൻഡലീഫിൻ്റെ പറയുന്നത് എന്താണ്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് റിപ്പീറ്റ് റെഗുലർ ഇൻ്റർവെൽ. എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻ്റ് എന്താ? റിപ്പീറ്റ് ചെയ്യുന്നു എന്നിങ്ങനെ ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ അടിസ്ഥാനമാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന മെൻഡലീഫ് ഉണ്ടായിരിക്കുന്ന ലോ ആണെന്ത്? പീരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയും. മെൻഡലീഫ് എന്താണ്? പീരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ് എന്താ നോക്കാം. അത് പറയുന്നത് അത്രേ ഉള്ളൂ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസ്. എന്താ പറയുന്നത്? പീരിയോഡിക് ടേബിൾ എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. ഒരു റെഗുലറായിട്ട് എന്താണ്? ഒരു പീരിയോഡിനനുസരിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാറി ഒരു ഇത് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇങ്ങനെ ഒരു പീരിയഡിനനുസരിച്ച് പീരിയോഡിക് ആയിട്ട് എന്ത് ചെയ്യും? ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസിൻ്റെ ഒരു പീരിയോഡിക് ഫങ്ഷനാണ്. ഓക്കെ, ആറ്റോമിക് മാസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? റെഗുലർ ഇൻ്റർവെൽ അനുസരിച്ചിട്ട് എന്തുണ്ടാവും? അതിന് എന്ത് ചെയ്യും? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോ. ഒന്നുകൂടി പറയുകയാണ്, മെൻഡലീഫ് പീരിയോഡിക് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസ്. ക്ലിയർ? ഇതാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോ. നോക്കാം.
ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ കാണുന്നതാണെന്ത് അന്ന് മെൻഡലീഫ് കണ്ടുപിടിച്ചിരിക്കുന്ന പീരിയോഡിക് ടേബിൾ. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ആദ്യ വേർഷൻ എന്ന് പറയാം. ക്ലിയർ? ഓക്സിജൻ്റെ ഇതിനൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും മെൻഡലീഫ് പീരിയോഡിക് ടേബിളിനെക്കാട്ടി കൂടുതൽ മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ലോ എന്താണ്, ഫാദർ പീരിയോഡിക് ടേബിൾ എന്താണ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൻ്റെ മെൻഡലീഫിൻ്റെ അഡ്വാൻറ്റേജസും പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. നമുക്ക് അതിലേക്ക് പോകാം. അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ കണ്ടല്ലോ, ഇതാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, പറഞ്ഞിരിക്കുന്നതാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ. ഇതിൽ ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ പീരിയോഡും ഉണ്ട്. ഗ്രൂപ്പ്സ് എന്നും പീരിയോഡ് എന്നും എന്ത് ചെയ്തു മെൻഡലീഫ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഗ്രൂപ്പ് എന്തും പീരിയോഡ് എന്ന് നമുക്ക് പറഞ്ഞുതരാം, അടുത്തതിൽ തന്നെ പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ നോക്കാം. ഗ്രൂപ്പും പീരിയോഡും കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്. എങ്ങനെ വെർട്ടിക്കൽ കോളംസ് ഉണ്ടാകുക? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതാണ് വെർട്ടിക്കൽ കോളംസിനെ പറയുന്ന പേരാണത് ഗ്രൂപ്പ്. ഇങ്ങനെ, ഇതാണെന്ത് വെർട്ടിക്കൽ കോളംസിനെ പറയുന്ന പേരാണത് ഗ്രൂപ്പ് എന്ന്. വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ക്ലിയർ? എന്നാൽ എന്താണ് ഹൊറിസോണ്ടൽ റോസിനെ പറയുന്ന പേരാണത് ഹൊറിസോണ്ടൽ റോസ് ഇങ്ങനെ ഇങ്ങനെ ഇതുള്ള എന്താ പറയും നമ്മൾ പീരിയോഡ് എന്ന്. അപ്പോൾ എന്താണ് പീരിയോഡ്, എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ് ഇങ്ങനെയല്ല, കോളം ആയിട്ടുള്ള വെർട്ടിക്കൽ കോളംസിനെ പറയുന്ന പേരാണത് നമ്മുടെ ഗ്രൂപ്പ് എന്നും ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന റോസിനെ പറയുന്ന പേരാണത് നമ്മുടെ പീരിയോഡ് എന്ന് പറയുന്നത്. റോസ് ഇങ്ങനെ, അതുപോലെ വെർട്ടിക്കൽ കോളം ഇങ്ങനെയുള്ളത് എന്താണ് നമ്മുടെ ഗ്രൂപ്പും പീരിയോഡ്. മനസ്സിലായല്ലോ? വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് കോൾഡ് ഗ്രൂപ്പ്. ദ ഹൊറിസോണ്ടൽ റോസ് ആർ നോൺ ആസ് പീരിയോഡ്സ്. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന എന്താണ് ഹൊറിസോണ്ടൽ വരച്ചിരിക്കുന്ന റോസ് ആണെന്ത് നമ്മുടെ പീരിയോഡുകൾ. ക്ലിയർ ആയാലോ? ഗ്രൂപ്പുകളും പീരിയോഡുകളും നമ്മൾ ക്യൂ ആയിട്ട് നിർത്തുമ്പോൾ, അതായത് അസംബ്ലിയിലൊക്കെ ക്യൂ ആയിട്ട് നിർത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വരിയായിട്ട് നിൽക്കില്ലേ? അതാണ് ഗ്രൂപ്പുകളായിട്ട് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, എന്നാൽ ഫസ്റ്റ് പീരിയഡ്, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഒരു അസംബ്ലിക്ക് നിങ്ങൾ വരിയാക്കി നിർത്തുക. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ് എന്നുള്ളത് ഓരോ ക്ലാസ്സുകളായിട്ട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ അല്ലേ? ഇനി ആ വരിയായിട്ട് ആളുകൾ 10ാം ക്ലാസ് തന്നെയായിരിക്കും അല്ലേ? അതുപോലെ എന്നാൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യത്തെ ആളുകളൊക്കെ അതിൽ നേരിട്ട് ഏറ്റവും ഒരു ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടാകുന്ന ആദ്യത്തെ ആളുകളെല്ലാം കൂടി ഒരു വര വരച്ച് നോക്കുക. ആദ്യത്തെ ആളുകളെ എല്ലാം കൂടി ഒരൊറ്റ വര വരയ്ക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുകളെ എല്ലാം കൂടി ഒരു വരയ്ക്കുക, മൂന്നാമത്തെ ആളുകളെല്ലാം കൂടി ഒരൊറ്റ ഇതിലായിട്ടെടുക്കുക. അതാണെന്ത് നമ്മുടെ പീരിയോഡുകൾ. ക്ലിയർ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ടായാലും മതി. അതാണിത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പീരിയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വരുന്നതാണ് പീരിയോഡുകൾ. ക്ലിയർ ആണല്ലോ? ഗ്രൂപ്പുകൾ പീരിയോഡ് മനസ്സിലായല്ലോ? നമുക്ക് അത് നമ്മളെ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു. ഇനി മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയാൻ പോകുന്നത്. ഗുണം എന്താണ് അതിൻ്റെ ദോഷം എന്താണ്? അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാലും അഡ്വാൻറ്റേജസ് മെറിറ്റ് ഇതൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. എന്നാൽ ലിമിറ്റേഷൻസ്, ഡീമെറിറ്റ്, ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ അതൊക്കെ ഒരു സെറ്റാണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഗുണം, നല്ലതെന്താണ്? മെൻ്റലീഫ് എൻ്റെ പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളുണ്ടായിരുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? എലമെൻറ്റ്സ് വേർ ക്ലാസിഫൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് വേർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ലേണിംഗ് കെമിസ്ട്രി വാസ് ദസ് മെയ്ഡ് ഈസിയർ. കെമിസ്ട്രി
ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ്, ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകൾ എന്ത് ചെയ്തു, ഒരേ സെയിം ഗ്രൂപ്പിൽ വെച്ചു. മനസ്സിലായോ? എലമെൻറ്റുകൾ എലമെൻറ്റ് ഒരേ പ്രോപ്പർട്ടിയുള്ള ഒരേ സ്വഭാവത്തോട് കൂടിയ എന്ത് ചെയ്തു, എലമെൻറ്റുകൾ എന്ത് ചെയ്തു, സെയിം ഗ്രൂപ്പിലാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇന്നത്തെ ഈ ഗ്രൂപ്പിലെ ഏത് കെമിസ്ട്രിയിലെ എലമെൻറ്റുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ക്ലാസ്സിൽ ടൈം ടേബിൾ എഴുതി വെച്ചെന്ന് വിചാരിച്ചോ, നിങ്ങളതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒന്നാമത്തെ ഇന്ന് ബുധനാഴ്ച ഇത്രാമത്തെ പീരീഡ് ഏത് ക്ലാസ്സാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂലേ? ഒമ്പതാമത്തെ, അതായത് തിങ്കളാഴ്ച രണ്ടാമത്തെ പീരീഡ് ഏതാണ്, മാത്സ് ആണ്. അല്ലെങ്കിൽ തിങ്കളാഴ്ച നാലാമത്തെ പീരീഡ് കെമിസ്ട്രിയാണ്. തിങ്കളാഴ്ച അഞ്ചാമത്തെ പീരീഡ് മലയാളമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ ഇതെല്ലാം സെയിം ഇതിൽ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം സെയിം പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകളെ എന്ത് ചെയ്തു, സെയിം പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകളെ സെയിം ഗ്രൂപ്പിലാക്കി തിരിച്ചു. സെയിം പ്രോപ്പർട്ടീസുള്ള എലമെൻറ്റുകളെ സെയിം ഗ്രൂപ്പാക്കിയിട്ട് മെൻ്റൽ ലീഫ് തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില പ്രോപ്പർട്ടീസ്, ഇപ്പോൾ മെറ്റാലിക് പ്രോപ്പർട്ടി ഉള്ളതാണെങ്കിൽ ആ ഗ്രൂപ്പുകളെല്ലാം എന്ത് ചെയ്യും, ഒരൊറ്റ ഇതിലാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഗ്രൂപ്പിൽ മെറ്റൽസ് ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞൂടെ? അങ്ങനെ തിരിച്ചറിയാനൊക്കെ പറ്റി. അതുപോലെ നോൺ മെറ്റലാണെങ്കിൽ എല്ലാത്തിനും ഒരു ഗ്രൂപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കുന്ന ഈ അഞ്ചാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോൺ മെറ്റലാണ്, അല്ലെങ്കിൽ ആറാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റലോയിഡ്സ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും അല്ലേ? ക്ലിയർ? അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മെൻ്റലിഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ കഴിഞ്ഞു. അതൊരു ഗുണമാണ്, അതൊരു മെൻ്റലിഫിൻ്റെ ഗുണമാണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജസ് എന്താ പറയുന്നത്? സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദി അറ്റോമിക് മാസസ്. ചില എലമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഡി നോട്ട് ഫോളോ, എന്ത് ചെയ്യില്ല, ശരിക്കും അത് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ്, അതായത് അസെൻഡിങ്ങും ഡിസെൻഡിങ് അറിയാലോ, എന്ത് ചെയ്യും, അങ്ങനെ കൂടി ഒരു ഡിസെൻഡിങ് എന്ന് അറിയാലോ. അസെൻഡിങ് കൂടി അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ കൂടി അറ്റോമിക് മാസ് ഇങ്ങനെ കൂടി വരുന്ന അറിയുന്നത് ചില എലമെൻറ്റുകൾ എന്ത് ചെയ്തില്ല, അത് ഫോളോ ചെയ്തില്ല. ഓക്കെ, അപ്പം ഹി പോയിൻ്റ് ഔട്ട് ദാറ്റ് ദിസ് could be due to the wrong determination of atomics. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഇത് ഓർഡർ ചെയ്ത് ഇങ്ങനെ ആറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ ഇങ്ങനെ എഴുതി വെച്ചു. ആറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ ഇൻക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്തു, എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അറേഞ്ച് ചെയ്തപ്പം ചില എലമെൻറ്റുകൾ എന്ത് ചെയ്തില്ല, ഡിഡ് നോട്ട് ഫോളോ ദ അസെൻഡിങ് ഓർഡറിൽ, ആറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, മെൻ്റലിഫ് പറഞ്ഞു എന്ത് ചെയ്തു, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, റോങ് ഡിറ്റർമിനേഷൻ ഓഫ് അറ്റോമിക് മാസ്. തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് അതെന്ത് ചെയ്യാൻ പറ്റാത്തത്, ആ ഓർഡറിൽ എഴുതാൻ പറ്റാത്തത്. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ എഴുതി വെച്ചു. അസെൻഡിങ് ഓർഡർ ചെയ്തത് ചില എലമെൻറ്റുകൾക്ക് എന്ത് പറ്റില്ല, ഈ എലമെൻറ്റുകളെ ആറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ആ അസെൻഡിങ് ഓർഡർ എഴുതാൻ പറ്റാത്തതിന് കാരണം ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്തോ കണ്ടുപിടിച്ച സമയത്ത് അത് തെറ്റായിട്ടായിരുന്നു എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം തെറ്റായിട്ട് ലേറ്റർ ദിസ് ലീഡ് ടു ദ കറക്ഷൻസ് ഓഫ് റോങ്ലി ഡിറ്റർമിൻഡ് അറ്റോമിക്സ്. പിന്നീട് എന്ത് ചെയ്തു, അത് തെറ്റാണെന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അറ്റോമിക് മാസിൻ്റെ റോങ്ലി ഡിറ്റർമിൻ ചെയ്താണെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിളാണ്, ദ അറ്റോമിക് മാസ് ഓഫ് ബെറീലിയം വാസ് ഡിറ്റർമിൻഡ് ഫ്രം 14 to 9. ആദ്യം 14 ആയിരുന്നു കണ്ടെത്തിയിരുന്നത് അന്നത്തെ കാലത്ത്, പെട്ടെന്ന് 9 മാറി, ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഇനി അതേപോലെ അടുത്ത അഡ്വാൻറ്റേജസ് ആണ്, കോളം വേർ ലെഫ്റ്റ് വാക്കൻറ്റ് ഫോർ എലമെൻറ്റ്സ് വിച്ച് വേർ നോട്ട് നോൺ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വേർ ആൾസോ പ്രഡിക്റ്റഡ്. അതായത് അന്ന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില ഇതിപ്പോൾ എക്സ് വൈ സെഡ് എന്നൊക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എലമെൻറ്റുകളുണ്ട് വിചാരിക്കാം. ആ എലമെൻറ്റുകൾക്ക് ഓരോ സ്ഥലം ഇങ്ങനെ കൊടുത്തു, അതിൻ്റെ പ്രോപ്പർട്ടിക്ക് അടിസ്ഥാനത്തിൽ അങ്ങനെ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയപ്പം
ചില എലമെൻ്റ് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കോളത്തിൻ്റെ കേസിൽ അറേഞ്ച് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, അത് കണ്ടുപിടിക്കാതെ കുറേ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേക്കൻ്റ് സ്പേസ് കൊടുത്തു, അവിടെ വിട്ടുകൊടുത്തു. ആ സ്ഥലത്തേക്ക് ഇനി വേറൊരു എലമെൻറ്റ് വരാം, ഭാവിയിൽ വരാം എന്ന രീതിയിൽ അതായത് എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ, സിമിലർ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ അറേഞ്ച് ചെയ്തത്. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ സിമിലർ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകളെ സെയിം ഗ്രൂപ്പിലാക്കി തിരിച്ചിട്ടാണല്ലോ എന്ത് ചെയ്തത് മെൻഡലീഫ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ചില സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഒരു എലമെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് എന്ത് ചെയ്യണം, കുറച്ചും കൂടി അവിടെ ഒരു വാക്കൻ്റ് അവിടെ ഒരു എലമെൻറ്റ് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൽ അവിടെ എന്ത് ചെയ്തു, അവിടെ ഒരു വാക്കൻ്റ് സ്പേസ് കൊടുത്തു, വാക്കൻ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനി ഭാവിയിൽ വരും എന്നുള്ള ഒരു കാരണമായിട്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ എന്താണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇത് ചോദിക്കുന്നതാണ്. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് അഥവാ ലിമിറ്റേഷൻസ് അഥവാ ഡിമെറിറ്റ്സ്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അഡ്വാൻറ്റേജസ്, മെറിറ്റ്, ഓക്കെ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ ലിമിറ്റേഷൻസ് എന്ന് പറയും, അതുപോലെ ഡിമെറിറ്റ്സ് എന്ന് പറയും, പിന്നെ എന്താ പറയുക, ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ ഏതാണ്, ഇതിൽ പീരിയോഡിക് ടേബിളിൻ്റെ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റേഷൻസ് പറഞ്ഞാൽ പോരായ്മകളാണ്. എന്തൊക്കെയാണ് പോരായ്മകൾ നോക്കാം. The elements which large difference in properties were included in the same group. ചില എലമെൻറ്റുകൾക്ക് ഇപ്പോൾ ചില എലമെൻറ്റുകൾ പ്രോപ്പർട്ടികൾ തന്നെ ഇപ്പോൾ ചിലത് മെറ്റലായിരിക്കും. ഒരു ഉദാഹരണം പറയാം, ഹാർഡ് മെറ്റൽ ലൈക്ക് കോപ്പർ എന്ന് പറയുന്ന കോപ്പർ ആൻഡ് സിൽവർ കോപ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ഹാർഡ് മെറ്റൽ, അതായത് ഹാർഡ്നെസ് കൂടിയിരിക്കുന്ന മെറ്റലിൻ്റെ അതിലേക്ക് എന്താണ് ചില സോഫ്റ്റ് മെറ്റൽസിനേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യും. അതായത് സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ് മെറ്റലുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാർജ് ഡിഫറൻസ് ഇല്ലേ, ഹാർഡ് മെറ്റലും സോഫ്റ്റ് മെറ്റലും ഒരേ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ഇത് പറ്റുമോ? ഇല്ല. അപ്പം മെറ്റൽസ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടി തന്നെ വ്യത്യാസമുണ്ട്. ഹാർഡ് മെറ്റലും സോഫ്റ്റ് മെറ്റലും ഒരേ മെറ്റലിൽ കൊണ്ടുവച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ലാർജ് ഡിഫറൻ്റ് അല്ലേ, പ്രോപ്പർട്ടീസിൻ്റെ ലാർജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ഒരു ഗ്രൂപ്പിലാക്കി വെച്ചു. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ക്ലിയർ? മനസ്സിലായോ? അതായത് ചില എലമെൻറ്റുകൾ നിങ്ങൾ ഗ്രൂപ്പാക്കി തിരിച്ചല്ലോ, ഗ്രൂപ്പ് പീരിയോഡിക് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്തപ്പം അസെൻഡിങ് ഓർഡറിൽ എന്താണ് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുക്കുന്ന അത് മാത്രമല്ല സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എല്ലാത്തിനെയും എന്ത് ചെയ്യും, സെയിം ഗ്രൂപ്പിലേക്ക് ആക്കി തിരിച്ചു. അപ്പോൾ ആ ഗ്രൂപ്പിലാക്കി തിരിച്ചപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ചില എലമെൻറ്റുകളുടെ സ്വഭാവം എന്താണ്, ആ ഗ്രൂപ്പിൽ എല്ലാ എലമെൻറ്റുകളും ഏകദേശം ഒരേ സ്വഭാവം തന്നെങ്കിലും വേണ്ടേ, ഏകദേശം ഒരേങ്കിലും സ്വഭാവം വേണ്ടേ. എന്നാൽ ചില എലമെൻറ്റുകൾക്ക് എന്താണ് ഒരു പ്രത്യേക സ്വഭാവവും ആ സ്വഭാവത്തിൻ്റെ അളവ് കൂടുതലും ചില സ്വഭാവം കുറവായിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ പറഞ്ഞത് എന്താ, മെറ്റൽസിനെല്ലാം ഒരേ ഗ്രൂപ്പിലാക്കി തിരിച്ചപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ചിലത് ഹാർഡ് മെറ്റലാണ്, ചിലത് എന്താണ് സോഫ്റ്റ് മെറ്റലാണ്. ഹാർഡ് മെറ്റലിനെയും സോഫ്റ്റ് മെറ്റലിനെയും ഒരു ഗ്രൂപ്പിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസിക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താണ് നമ്മുടെ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ലിമിറ്റേഷനാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജന് ഒരു എന്താണ് ഒരു പൊസിഷൻ, ഹൈഡ്രജന് വേണ്ടിയിട്ട് പ്രോപ്പർ പൊസിഷൻ, ഒരു പ്രത്യേക പൊസിഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഒരു എന്താണ് ഹൈഡ്രജൻ്റെ പൊസിഷനെ കുറിച്ചിട്ട് നമ്മളെ മോഡേൺ പീരിയോഡിക് ടേബിളിലും ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്നാലും നമ്മൾ അതിന് ഒരു സാധ്യത വെച്ചിട്ടാണ് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാലും ഹൈഡ്രജൻ എന്ത് ചെയ്യില്ല, മോഡേൺ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ക്ലാസിഫൈ ചെയ്തില്ല. അത് നമ്മുടെ ഇപ്പോൾ ഉള്ള പീരിയോഡിക് ടേബിളിലും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അത് ഫ്യൂച്ചറിൽ അതെന്ത് ചെയ്യും, അത് പരിഹരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത അതിൽ പറയാം, നോൺ മെറ്റാലിക് ഹൈഡ്രജൻസ് വാസ് പ്ലേസ്ഡ് അലോങ് വിത്ത് ദ മെറ്റൽ ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം.
ഹൈഡ്രജൻ എന്ന് പറയുന്ന എന്താണ് നോൺ മെറ്റാലിക് കണ്ടൻ്റാണ്. അതെന്ത് ചെയ്തു, അതിനെ എവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു? ഹൈഡ്രജൻ എന്താണ് മെറ്റൽ ലൈക്ക് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന ഈ മെറ്റലിൻ്റെ ഇതിലേക്ക് എന്തിനെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു? ഈ ഹൈഡ്രജനെ ഫിറ്റ് ചെയ്തു. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ എഴുതണ്ടേ? അതും വേണം. അതോടൊപ്പം സെയിം പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ് കൂടി ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്യണ്ടേ? അപ്പോൾ അങ്ങനത്തെ രണ്ടും കൂടി ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് ചെയ്തു? ഹൈഡ്രജൻ എവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു? നമ്മുടെ ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഹൈഡ്രജനെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു, അവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അത് അതിൻ്റെ നമ്മുടെ എന്താണ് മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി അടുത്ത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോ ത്രൂ ഔട്ട്. ഇവിടെ നോക്കാം, അറ്റോമിക് മാസിൻ്റെ കേസിലെ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓർ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. എന്ത് നമ്മുടെ മെൻ്റലി പീരിയോഡിക് ടേബിൾ. എന്നാൽ എല്ലാ ആറ്റങ്ങളെയും സ്ട്രിക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലം വന്നു? ആദ്യം ആറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ ഇങ്ങനെ എഴുതിയപ്പം എന്താണ് പ്രോപ്പർട്ടീസ് ഉള്ള ചില പ്രോപ്പർട്ടീസ് എല്ലാം ഒരുപോലെയുള്ള പ്രോപ്പർട്ടീസിന് അതിൽ തന്നെ മെറ്റൽസ് അതായത് ചില പ്രോപ്പർട്ടീസ് ഇൻക്രീസിങ് ആയിരിക്കും, ചില സമയത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനൊക്കെ എല്ലാം കൂടി ഒന്നിച്ചൊരു ഇതിലേക്ക് കൊണ്ടുവന്നു. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആദ്യത്തെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? നമുക്ക് എവിടെ കൊണ്ടുപോയി? ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാക്കിയത് കൊണ്ട് തന്നെ വെക്കുന്ന സമയത്ത് പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടായി. പ്രോപ്പർട്ടീസിൽ ചെറിയ മാറ്റമുള്ളതിനെ കൂടി ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ, പിന്നെ ഇനി എന്താ? പ്രോപ്പർട്ടീസ് നോക്കി ഒരേപോലുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ അറ്റോമിക് മാസിൽ എന്ത് ചെയ്തു? മാറ്റം വന്നു. എന്തായിരുന്നു പറഞ്ഞത്? ആദ്യം തന്നെ അറ്റോമിക് മാസ് എന്താണ്? ഇത് ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണല്ലോ നമ്മൾ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? വസ്തുക്കളുടെ പ്രോപ്പർട്ടിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായി. ചിലപ്പോൾ ലാർജ് ഡിഫറൻസ് ഉണ്ടായി. ഓക്കെ, അറ്റോമിക് മാസിന് ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്തപ്പോൾ. എന്നാൽ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിട്ട് വെക്കാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിലെല്ലാത്തിലും എന്ത് ചെയ്തു? പ്രോപ്പർട്ടീസ് സിമിലർ ആക്കാൻ പോയപ്പോൾ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആകാതെയും പോയി. ക്ലിയർ? അപ്പോൾ അതും എന്താണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഉദാഹരണം, കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം ആൻഡ് അയൺ. ഇതൊക്കെ എന്താണ്? അറ്റോമിക് മാസിൽ വ്യത്യസ്തമാണ്. സെയിം പ്രോപ്പർട്ടി ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം അറ്റോമിക് മാസിൽ ഡിഫറൻസ് വന്നു. അത് ഒരേ ഗ്രൂപ്പിലാക്കി വെക്കേണ്ടി വന്നു. അത് അതിൻ്റെ മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്ത് ചെയ്യുക? വീണ്ടും ശ്രദ്ധിച്ച് വായിക്കണം. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മെൻ്റലി പീരിയോഡിക് ടേബിളിൽ ചോദിക്കുക എന്താണെന്നറിയോ? മെൻ്റലി പീരിയോഡിക് ടേബിൾ അല്ല ചോദിക്കുക. മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ ഇതൊക്കെ ചോദിക്കുക. ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്ത ആരാണ്? ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത ആരാണെന്ന് ചോദിക്കും. അത് മെൻ്റലീഫാണ്. ഡിമിട്രി ഇവാനോവിച്ച് മെൻ്റലീഫാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് വിളിക്കുന്നത്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് പറയുന്നത്. അത് ചോദിക്കാം. പിന്നെ എന്താണ്? മെൻ്റലീഫ് എങ്ങനെയാണ് ഇതിനെ പീരിയോഡിക് ടേബിളിൽ ക്ലാസിഫൈ ചെയ്തത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അത് ചോദിക്കാം. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ പിന്നെ മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിക്കും. അങ്ങനെ പിന്നെ എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് മെൻ്റലി പീരിയോഡിക് ടേബിളും ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് എന്താണ് മെൻ്റലി പീരിയോഡിക് ടേബിളും ചോദിക്കും. അപ്പോൾ ഇത് എന്തായാലും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ ഗ്രൂപ്പും പീരിയോഡിക് ടേബിളും പീരിയോഡ് എന്താണെന്ന് പഠിച്ചു. വെർട്ടിക്കൽ കോളംസ് ഇൻ എ പീരിയോഡിക് ടേബിൾ ഇസ് നോൺ ആസ് ഗ്രൂപ്പ്. ദ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് എന്താണ്? പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. ഹൊറിസോണ്ടൽ റോസ് ഓഫ് എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് എന്താണ്? നമ്മുടെ പീരിയോഡ്സ്. ക്ലിയർ? അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ പീരിയോഡിക് ടേബിളും മോഡേൺ പീരിയോഡിക് ലോ ഒക്കെ പഠിക്കും. ഓക്കെ,
അത് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അത് അടുത്ത ക്ലാസ് പഠിക്കാം. താങ്ക് യു.